ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി, ഇത് 3 ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് 8 ആണെങ്കിൽ ഇതും 8 തന്നെ ആയിരിക്കും. ഇതെത്രയായിരിക്കും? ഈ 8ൻ്റെ കൂടെ √2 ചേർത്താൽ മതി. 8√2. ഓക്കെ, ഇതന്നെ ഈ ഒരു വശം മാറ്റിയിട്ട് ഇവിടെ 5 ആണെങ്കിൽ ഇത് രണ്ട് സെയിം ആയിരിക്കും. ഇത് രണ്ട് എങ്ങനെ കിട്ടും? ഈ 5നെ √2 കൊണ്ട് ഹരിച്ചാൽ മതി. 5/√2. ഓക്കെ, ഇതിനെ √2 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും, ഇതിനെ √2 കൊണ്ട് ഹരിച്ചാൽ ഇത് കിട്ടും. ഓക്കെ, പിന്നീട് പഠിച്ചത് വേറെ ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ 3 കോണുകൾ, ഒന്ന് 30 ഡിഗ്രി, ഒന്ന് 60 ഡിഗ്രി, ഒന്ന് 90 ഡിഗ്രി. 30 ഡിഗ്രിയുടെ എതിർവശം എത്രയാണോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും 90യുടെ എതിർവശം. ഈ 4ൻ്റെ കൂടെ √3 ചേർക്കുന്നതാണ് 60ൻ്റെ എതിർവശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ്. ഇനി അതേ ട്രയാങ്കിൾ വേറെ രൂപത്തിൽ ഈ ഇവിടെ 60ൻ്റെ എതിർവശം 30 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും 30 ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ 60ൻ്റെ എതിർവശം തന്നിരിക്കുന്നതെങ്കിൽ 30ൻ്റെ എതിർവശം കിട്ടാൻ ഇവിടെ 30ൻ്റെ എതിർവശം കിട്ടിയാൽ 60ൻ്റെ എതിർവശം കിട്ടുമ്പോൾ √3 കൊണ്ട് ഗുണിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ 30നെ √3 കൊണ്ട് ഹരിച്ചാൽ കിട്ടും 30/√3. ഇത് 10√3 ആയിരിക്കും. എങ്ങനെ 10 കിട്ടിയ പെട്ടെന്ന്? 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10, ദെൻ 10√3. അപ്പോൾ ആ 30ൻ്റെ എതിർവശം 10√3 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും 90യുടെ എതിർവശം. അതായത് ഇത് 20√3 ആയിരിക്കും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. 45, 45, 90 ആണെങ്കിൽ 1:1:√2 ആയിരിക്കും. 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. പേജ് നമ്പർ 103, 103. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ദി ട്രയാങ്കിൾ തന്നിരിക്കുന്ന ത്രികോണത്തിൽ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് വേർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്? ആ ട്രയാങ്കിളിൻ്റെ, ആ ത്രികോണത്തിൻ്റെ മുകളിൽ നിന്ന്, ടോപ്പ് വേർട്ടെക്സിൽ നിന്ന്, ഏറ്റവും മുകളിലുള്ള മൂലയിൽ നിന്ന് താഴത്തെ സൈഡിലേക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, ആ ലംബ ദൂരം, അതാണ് കാണേണ്ടത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ? ആ ത്രികോണത്തിൻ്റെ പരപ്പളവും കാണണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ത്രികോണം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, പേജ് 103. അതിലൊന്നാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്, 120 ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ 2 കോണുകളും തുല്യമായിരിക്കും. ഇതിൻ്റെ എതിർവശമാണ് ഇത്, ഇതിൻ്റെ എതിർവശമാണ്. ഈ 2 കോണും തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടണ്ടേ? അപ്പോൾ ഇവിടെ 120ക്ക് ഇനി ഒരു 60 കൂടി വേണം. ആ 60 ഇവിടെ 2 പേർക്കും വീതിച്ചു കൊടുക്കുക. 30, 30, 30, 60, 60, 120, 180. ഓക്കെ, ഇത് നമുക്ക് കാണേണ്ടത് ഇതാണ്. ഈ മൂലയിൽ നിന്ന് എന്താണ്? ഇൻ ദി ട്രയാങ്കിൾ ഷോൺ
വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ടു ദ ബോട്ടം സൈഡ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരക്കുക. ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ 90 ആവണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നത്, അതിൻ്റെ ലെങ്ത്താണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, ഇവിടെ 120 ആയതുകൊണ്ട് ഇവിടെ 30ഉം ഇവിടെ 90 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 60 ആയിരിക്കും അല്ലേ? ഇതും എന്തുതന്നെയായിരിക്കും? 60 ആയിരിക്കും. കാരണം 30, 60, 90, 90, 90, 180. മാത്രമല്ല ഇത് രണ്ടും കൂട്ടിയാൽ 120 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 90ൻ്റെ ഈ ഒരു ത്രികോണത്തിൽ, ഈ ഇടത് ഭാഗത്തുള്ള ഈ ത്രികോണത്തിൽ 90ൻ്റെ എതിർവശമാണ് 4. അപ്പോൾ 30ൻ്റെ എതിർവശം എത്രയായിരിക്കും? 90ൻ്റെ എതിർവശം എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കും 30ൻ്റെ എതിർവശം. അപ്പോൾ ഇവിടെ 2 ആയിരിക്കും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, ഈ ഒരു ദൂരം കാണാൻ പറഞ്ഞത് കിട്ടി. ഇനിയോ ഈ 60ൻ്റെ എതിർവശം എത്രയായിരിക്കും? എത്രയായിരിക്കും? 2√3. 30ൻ്റെ എതിർവശം എത്രയാണോ അതിൻ്റെ കൂടെ √3 ചേർത്താൽ മതി. ഓക്കെ, ഈ ചിത്രം സെയിം തന്നെയാണ്. 30ൻ്റെ എതിർവശം 2 ആണെങ്കിൽ 60ൻ്റെ എതിർവശം എന്ന് പറയുന്നത് 2√3 ആണ്. ഓക്കെ, അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് ലംബദൂരം എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇത് ഉന്നതിയാണ്, ഉന്നതി. ഓക്കെ, ലംബദൂരം സമം എത്ര കിട്ടി? 2 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ പാദം അല്ലെങ്കിൽ ബേസ്, ഈ ത്രികോണത്തിൻ്റെ പാദം അല്ലെങ്കിൽ ബേസ് എത്രയാ? ഇതല്ലേ ബേസ്? എത്ര ഉണ്ട്? 2√3, 2√3, 2 വട്ടം 2√3. അപ്പോൾ എത്ര കിട്ടുക? 4√3. ഇനി എന്താ കാണണ്ടേ? ഒരു കാര്യം കൂടി കാണാണ്ടല്ലോ, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഈക്വൽ ടു ഹാഫ് BH അല്ലേ ഏരിയ? ഹാഫ് BH ആണ് ഏരിയ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബിയറിന് ബേസ്, പാദം എത്രയാ? 4√3 ഇൻറ്റു എച്ച് എത്രയാ? ഇതല്ലേ H? 2. ഈ 2ഉം 2ഉം കട്ട് ചെയ്യും, ബാക്കി അവിടെ എന്തുള്ളത്? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ത്രികോണത്തിൽ ഇപ്പം ഉത്തരം കഴിഞ്ഞു. ഇവിടെ ഞാൻ വേറെ കാര്യം പറയാണ്. ഇവിടെ നമ്മൾ 120 ആയിരുന്നു, ഇവിടെ 30, ഇവിടെ 30. നമുക്ക് ഈ സൈഡ് 4 എന്ന് കിട്ടിയിരുന്നു, ഇത് 4 കിട്ടിയിരുന്നു. ഇത് ടോട്ടൽ 4√3. ഇതിൽ നിന്നൊരു കാര്യം കിട്ടുന്ന ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക്, എക്സാമിന് അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന റിസൾട്ട് കണ്ടെത്തണം. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30, 30, 120 ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 4, 4, 4√3 കിട്ടിയത്. 120ൻ്റെ എതിർവശം ഇത് അംശബന്ധാക്കി മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതൊന്നും കൂടി ചെറുതാക്കുകയാണെങ്കിൽ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, ഈ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, ഈ 4√3 4 കൊണ്ട് ഹരിച്ചാൽ √3. അതുകൊണ്ട് ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 30 ഡിഗ്രി, 120 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√3 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ 3 അംശബന്ധങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് 45, 45, 90. അത് 1:1:√2 ആയിരുന്നു. പിന്നെ 30, 60, 90. അതിൻ്റെ അംശബന്ധം എന്തായിരുന്നു? 1:√3:2 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും കൂടി പഠിച്ചു. 30, 30, 120. അതിൻ്റെ അംശബന്ധം 1:1:√3. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, ഇൻ ഈച്ച് ഓഫ് ദി ഫോളോവിങ് പാരലോഗ്രാംസ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. താഴെ തന്നിരിക്കുന്ന സാമാന്തരികങ്ങളിൽ എന്ത് ചെയ്യുക? ആ രണ്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. താഴത്തെ വശവും മുകളിലത്തെ വശവും തമ്മിലുള്ള അകലം കണ്ടെത്തുക. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഈ രണ്ട് സാമാന്തരികത്തിൻ്റെയും പരപ്പളവ് കാണും വേണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ ഇതാണ്. ഇവിടെ ഒരു കോണ് തന്നിട്ടുണ്ട്. അത് 45 ഡിഗ്രിയാണ്. 45. പിന്നെ ഇത് 4 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് 2 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ ഈ മുകളിലത്തെ വശവും ഈ വശവും തമ്മിലുള്ള അകലമാണ് കാണേണ്ടത്. ആ അകലം കിട്ടതാ, ഇതാണ് അകലം. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കണം, ശരിയല്ലേ? വരക്കുമ്പോൾ ഇത് 90 ആവുന്ന രൂപത്തിൽ വരക്കണം, എങ്കിലേ കറക്റ്റ് ഇവ തമ്മിലുള്ള അകലാവുള്ളൂ. അപ്പോൾ ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു കോണ് 45 ആയതുകൊണ്ട് ഈ ഒരു കോണും 45 തന്നെയായിരിക്കും. അപ്പം 45, 45, 90 ഈ വശവും തുല്യമായിരിക്കും. നമ്മൾ ചിത്രം നോക്കണ്ട, അങ്ങനെയായിരിക്കും ചിത്രം. അത് കറക്റ്റല്ല. ഈ വശം തുല്യമായിരിക്കും. അതിന് 90ൻ്റെ എതിർവശം തന്നിരിക്കുന്നത് 45, 45, 90. എങ്ങനെയാണ് ഈ റിലേഷൻ? എങ്ങനെയായിരുന്നു? 1:1:√2. അപ്പോൾ ഇത് രണ്ടും കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2നെ √2 കൊണ്ട്, അതായത് ഇതിന് നമുക്ക് h എന്ന് കൊടുത്താൽ h കിട്ടാൻ എന്ത് ചെയ്യണം? 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടുക? 2/2 1 √2. 2നെ √2 കൊണ്ട് ഹരിച്ചാൽ √2 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള അകലം കിട്ടി, √2 ആണ്. ഓക്കെ, അപ്പോൾ 45, 45, 90. 90ൻ്റെ എതിർവശമാണ് തരുന്നതെങ്കിൽ മറ്റേ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അത് കിട്ടാൻ √2 കൊണ്ടായിരിക്കും. ആ ഒരു അംശബന്ധം ഓർക്കണം. 1:1:√2. √3 ഉള്ളതുണ്ട്. അപ്പോൾ √3 കൊണ്ടായിരിക്കുന്നുണ്ട്. ഇവിടെ √2, അതുകൊണ്ട് √2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ h കിട്ടി. ഇനി ഇതിൻ്റെ ഏരിയ, പരപ്പളവ് എങ്ങനെയാണ്? സാമാന്തരികത്തിൻ്റെ BH ആണ് പരപ്പളവ്. സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്താ? BH ഈക്വൽ ടു B അറിയണത് ഇതാണ്, പാദം 4, HO √2. പരപ്പളവായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി രണ്ടാമത്തിൻ്റെ ഒരു സാമാന്തരികം തന്നെയാണ്. ഇവിടെ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററുമാണ്. 4ഉം 2ഉം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. പക്ഷേ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇവിടെ 60, 45 60 ആയി. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള അകലമാണ് കാണേണ്ടത്. ഈ ഒരു അകലമാണ് കാണേണ്ടത്. അതിന് ഈ കോണ് 30 ഡിഗ്രി ആയിരിക്കും. കാരണം 30, 60, 90, 90, 90, 150. ഇവിടെ
ഇതിൻ്റെ എതിർവശം 2, 90ൻ്റെ എതിർവശം 2ആണ്. അപ്പോൾ 30ൻ്റെ എതിർവശമോ ആ 2ൻ്റെ പകുതി ആയിരിക്കും ഈ 30ൻ്റെ എതിർവശം എന്നപ്പോൾ ഈ 2ൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1. അപ്പോൾ 60ൻ്റെ എതിർവശമോ √3. 1 √3 2. 1 √3 2. 30, 60, 90 ആണെങ്കിൽ 1 √3 2. ഇപ്പം നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഒരു അകലം കിട്ടിയിട്ടുണ്ട്. h ആണ് √3 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഏരിയ ഈസി ആയിട്ട് കാണാം. പരപ്പളവ് സമം BH ആണ്. ബി എത്രയാ? ബി ഇത് ഈ നീളം 4 സെൻറ്റിമീറ്റർ. 4 × h എത്രയാ? √3. ഏരിയ ആയതുകൊണ്ട് പരപ്പളവായതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. A rectangular board is to be cut along the diagonal. ഒരു റെക്റ്റാങ്കുലാർ ബോർഡ് എന്താണ്? ചതുരാകൃതിയിലുള്ള ഒരു ബോർഡ്. അതെങ്ങനെയാണ്? കട്ട് എലോങ് ദി ഡയഗണൽ, അതിൻ്റെ വികരണത്തിലൂടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തു. ഈ രൂപത്തിൽ വികരണത്തിലൂടെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തു. ആൻഡ് ദ പീസസ്, ഈ 2 കഷ്ണങ്ങൾ എന്ത് ചെയ്തു? റീഅറേഞ്ച്ഡ് ടു ഫോം ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഈ 2 പീസുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്തു. ഓക്കെ, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്തു. ഈ പീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് വെച്ചത്. ഈ പീസ് ഇപ്പുറത്തും വെച്ചു. ഇങ്ങനെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണം എന്ത് ചെയ്തു? രൂപീകരിച്ചു. കേട്ടോ, ഈ 2 പീസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. ഓക്കെ, the sides of the triangle must be 50 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയായിരിക്കണം? 50 ആയിരിക്കണം. ഓക്കെ, സൈഡ് 50 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആകെ തന്നിരിക്കുന്ന ഒരു അളവ് 50 ആണ്. ഈ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും 50 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 50 ആകുമ്പോൾ ഇതും 50 തന്നെയായിരിക്കും. പക്ഷേ ഇത് രണ്ടും തുല്യമാണ്. ഓക്കെ, ഈ ഒരു പീസ് എടുത്തുങ്ങാണ്ട ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തും ഇത് 2 ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് 25ഉം ഇത് 25ആണ്. ഇവിടെ 90 ആയിരിക്കും. കാരണം ഇത് റെക്റ്റാങ്കിളാണ്. ഈ ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് ഇതേ പീസ് തന്നെ അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 90 തന്നെയായിരിക്കും. ഇനി മാത്രമല്ല, ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്. അപ്പോൾ എല്ലാ കോണുകളും 60 ആയിരിക്കും. അപ്പോൾ ഈ കോൺ 60 ആണ്, ഈ കോണും 60 ആണ്. അപ്പോൾ ഈ കോണ് 30 ആയിരിക്കും, ഈ കോണും 30 ആയിരിക്കും. 30, 60, 90, 90, 90, 180. ഓക്കെ, ഇത് നമുക്കറിയാം. 50ൻ്റെ എതിർവശം എത്രയാണ്? 90ൻ്റെ എതിർവശം 50 ആണ്. അപ്പോൾ 30ൻ്റെ എതിർവശം അതിൻ്റെ പകുതിയായി 25 ആയിരിക്കും. അപ്പോൾ 60ൻ്റെ എതിർവശമോ? ഈ 25ൻ്റെ കൂടെ √3 ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചതുരത്തിൻ്റെ ഈ ഭാഗമാണ് ഈ ഭാഗം ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ഭാഗം.
അപ്പം ശരിക്ക് ഈ ലെങ്ത്താണ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 25 അല്ലേ? അതേപോലെ ഈ ഒരു ലെങ്ത്താണ് ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 25√3. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ റെക്റ്റാങ്കുലർ ബോർഡിൻ്റെ, ഈ ചതുരാകൃതിയിലുള്ള ഈ ബോർഡിൻ്റെ നീളം വീതിയായിരുന്നു. അപ്പോൾ നീളം എത്രയാ? 25√3. 25√3 സെൻറ്റിമീറ്റർ. വീതി ബിയോ ബ്രെഡ്ത്ത് ബി 25 സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അതിലെ 4ാമത്തെ ചോദ്യം ഇതാണ്. 2 rectangles are cut along the diagonal. 2 ചതുരങ്ങളെ അതിൻ്റെ വികരണങ്ങളിലൂടെ കട്ട് ചെയ്യുന്നു. രണ്ട് ചതുരങ്ങൾ. അതിൽ ഒന്ന് കുറച്ച് ചെറുതാണ്, ഈ ചതുരത്തെ അതിൻ്റെ വികരണത്തിലൂടെ അങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, വികരണത്തിലൂടെ കട്ട് ചെയ്യുന്നു. ഇനി വേറുള്ളത് കുറച്ചും കൂടി വലിയ ഒരു റെക്റ്റാങ്കിൾ. അതിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വികരണത്തിലൂടെ കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ വികരണത്തിലൂടെ എങ്ങനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ചതുരങ്ങൾ അതിൻ്റെ വികരണത്തിലൂടെ കട്ട് ചെയ്യുന്നു. ഓക്കെ, along the diagonal and the triangle got are to be joined. Triangle got are to be joined. അങ്ങനെ കിട്ടുന്ന ഈ ട്രയാങ്കിൾസ്, ഇവിടെ 2 ത്രികോണങ്ങൾ കിട്ടും, ഇവിടെ 2 ത്രികോണങ്ങൾ. ഈ 2 ത്രികോണങ്ങൾ 4 ത്രികോണങ്ങൾ എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിച്ച് വെക്കുന്നു. എങ്ങനെ? ടു അനദർ റെക്റ്റാങ്കിൾ. ഓക്കെ, ടു മേക്ക് എ റെഗുലർ ഹെക്സഗൺ ആസ് ഷോൺ ബിലോ. ഒരു റെഗുലർ ഹെക്സഗൺ ആക്കിയിട്ട് ഇതിനെ മാറ്റി വെക്കുന്നു. 2 rectangles are cut along the diagonal and the triangle got are to be joined to another rectangle. അപ്പോൾ ഈ വലിയ റെക്റ്റാങ്കിൾ കട്ട് ചെയ്യാനുള്ളതല്ല, ഈ ട്രയാങ്കിൾ 2 ഉണ്ട്. ഇത് 2 ട്രയാങ്കിൾ, 2 triangles. ഇങ്ങനെ 2 rectangles are cut along the diagonal. ഈ വലുപ്പത്തിലുള്ള 2 എന്ത് ചെയ്യുന്നു? റെക്റ്റാങ്കിൾ ഡയഗണലിലൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടും. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ 2 റെക്റ്റാങ്കിളാണ് ഇവിടെ ചേർത്ത് വെച്ച്. അതേപോലെ ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? 2 റെക്റ്റാങ്കിൾ ചേർത്ത് വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ കിട്ടും. റെഗുലർ ഹെക്സഗൺ, അത് റെഗുലർ ഹെക്സഗണാണ്. ഈ റെക്റ്റാങ്കിൾ തന്നെയാണ് ഈ റെക്റ്റാങ്കിൾ കേട്ടോ. ഈ 2 ട്രയാങ്കിളാണ് ഇതും 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 ഇതും. ഓക്കെ, ഈ 4 ട്രയാങ്കിൾ ഒരേ വലിപ്പമുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചിത്രം ഒന്നും കൂടി മാറ്റി വരക്കുകയാണെങ്കിൽ
റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ, ഇത് റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിളാണ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളാണ്. ഈ രണ്ട് ട്രയാങ്കിൾ അതേ രണ്ട് ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഓക്കെ, ഇനി വേറെ കാര്യം പറഞ്ഞിരിക്കുന്നത്, if the side of the hexagon are to be 30 centimeter, ഈ ഷഡ്ഭുജത്തിൻ്റെ ഒരു സൈഡ് 30 സെൻറ്റിമീറ്ററാണ്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് നമുക്ക് കാണേണ്ടത്. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 30 ആണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ ആകുമ്പം നമ്പർ ഓഫ് സൈഡ്സ് 6ആണ്. വശങ്ങളുടെ എണ്ണം 6ആണ് ഹെക്സഗൺ ആകുമ്പം. അപ്പോൾ ടോട്ടല് കോണുകളുടെ തുക എങ്ങനെ കാണാം? n/2 ഇൻറ്റു 180. ഒരു റെഗുലർ ഹെക്സഗൺ 6 കോണുകൾ ഉണ്ടാവും. ഈ 6 കോണുകൾ, ആ 6 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? n-2 ഇൻറ്റു 180. അപ്പോൾ n പറയുന്നത് 6ആണ്. 6 - 2, 6 - 2 എത്രയാ? 4 ഇൻറ്റു 150. അപ്പോൾ എത്ര വരിക? 720 എന്ന് വരും. 150 ഇൻറ്റു 4 720 ആണ്. 360 720. അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും ഈ റെഗുലർ ഹെക്സഗണിൻ്റെ? ഓക്കെ, ഒരു കോൺ 6 കോണ് കൂട്ടിയാലാണ് 720 കിട്ടുക. അപ്പോൾ ഒരു കോൺ കിട്ടാനോ 720നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 72. 72ൽ എത്ര 6 ഉണ്ട്? 7ൽ ഒരു 6, അപ്പോൾ 1 12. എത്ര വരിക? 120. ശരിയാണോ? 12 ഇൻറ്റു 6 എത്രയാ? 26 12 3 72 അല്ലേ? അപ്പോൾ ശരിയാ, 120 ആണ്. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു കോണ് എന്ന് പറയുന്നത് 120 ആയിരിക്കും, ഒരു കോണ്. അപ്പോൾ ഈ ഒരു ടോട്ടൽ കോണ്, ഈ ടോട്ടൽ കോണ് 120 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 60 ആയിരിക്കും. ഇത് 60 ആയിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ടാണ് 90 ഡിഗ്രി ആയത്. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ പിന്നെ തുല്യമായിട്ടുള്ള വശങ്ങളുള്ള ഷഡ്ഭുജാണിത്, സമഷഡ്ഭുജാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. 90ൻ്റെ എതിർവശം 30 ആണ്. അപ്പം 30ൻ്റെ എതിർവശം 15 ആയിരിക്കും. 60ൻ്റെ എതിർവശം 15√3 ആയിരിക്കും. ഈ ത്രികോണം എന്ന് പറയുന്നത് ഈ ത്രികോണമാണ്, അല്ലെങ്കിൽ ഈ ത്രികോണമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ കോണ് 30 ആയിരിക്കും. കാരണം ഈ കോണ് 60 ആണ്. ഇത് ഈ സൈഡ് 30 ആണ്. 90ൻ്റെ എതിർവശം 30 ആയതുകൊണ്ട് 30ൻ്റെ എതിർവശം ഇവിടെ 15 ആയിരിക്കും. അപ്പോൾ ഇത് 15. അപ്പോൾ 60ൻ്റെ എതിർവശം ഇവിടെ എത്രയായിരിക്കും? ഇത് 15√3 ആയിരിക്കും. 15√3. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരേ തുല്യമാണ്. നോക്കൂ,
ഇതും ഇതും ഒന്നാണെന്ന് വിചാരിക്കുക, അല്ലേ? ഈ ടിക്ക് ചെയ്തതും ഈ ടിക്ക് ചെയ്തതും. അപ്പോൾ ഈ ഒരു വശമാണ് ഇതായിട്ട് വരുന്നത്, ഈ ഒരു ഭാഗമായിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് 15√3 അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിൻ്റെ നീളവും വീതിയും കിട്ടി. ചെറിയ ചതുരത്തിൻ്റെ നീളം 15√3 സെൻറ്റിമീറ്റർ, വീതി എത്രയാ? 15 സെൻറ്റിമീറ്റർ. ഇനി ഇപ്പം നോക്കൂ, ഈ ഒരു ചതുരമാണ് ഈ നടുക്ക് കാണുന്ന ഈ ചതുരം. ഇതിൻ്റെ നീളം കിട്ടിയില്ലേ? എത്രയാ? 15√3 15√3 30√3. അതാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഇത് സമഷഡ്ഭുജത്തിൻ്റെ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡാണ്, അത് 30. അതുകൊണ്ട് ഇത് 30 അപ്പോൾ വലിയ ചതുരത്തിൻ്റെ നീളം എത്രയാ? 30√3. വീതി എത്രയാ? 30. ഓക്കെ. അപ്പോൾ രണ്ട് ചതുര ഈ ഇങ്ങനത്തെ 2 ചതുരങ്ങളും ഇങ്ങനത്തെ ഒരു ചതുരം ചേർത്ത് നമ്മൾ സമഷഡ്ഭുജം ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വശം 30 അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചെറിയ ചതുരത്തിൻ്റെ വശങ്ങളും വലിയ ചതുരത്തിൻ്റെ വശങ്ങളും കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.